ഈ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രൊസീജിയറാണ്. പിനൈൽ ഇഷ്കീമിയ ഇസ് എൻ എക്സ്ട്രീംലി റയർ കോംപ്ലിക്കേഷൻ. അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കേശവ്, കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്, ജി ഹോസ്പിറ്റൽ. റൈറ്റ്, നമുക്ക് ഫീമെയിൽസിലെ ഫൈബ്രോയിഡ്സ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ മെയിൽ കൗണ്ടർ പാർട്ടിനെ കുറിച്ച് അറിയാമോ? മെയിൽ കൗണ്ടർ പാർട്ടാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ. ഓക്കെ, മെയിൻസിൽ പ്രോസ്റ്റേറ്റിൽ വരുന്ന സ്വെല്ലിംഗ് ആണ്, വിത്ത് ഏജ് വരുന്ന ഒരു സ്വെല്ലിംഗ് ആണ് പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ. എങ്ങനെയാണോ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഫീമെയിൽസിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് വരുന്നത്, അതേപോലെ മോർ ദൻ 50 ഇയേഴ്സിൽ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ആവുന്നത് മെയിൻസിൽ ഒരു നോർമൽ ഫെനോമിനനാണ്. എപ്പോഴാണോ അത് ഒരു മൂത്രതടസ്സം കോസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് പ്രോബ്ലമാറ്റിക് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ. റൈറ്റ്, അപ്പോൾ എല്ലാ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റും നമുക്ക് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുമോ? അല്ല. സംടൈംസ് നമുക്ക് മോർ ദൻ 50 to 60 or 70 ഇയേഴ്സ് ഉള്ള പേഷ്യൻസിന് ഈ BPH വരുമ്പോൾ അവർക്ക് നൈറ്റിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ട ആവശ്യം വരാം. ഇത് കാരണമായിട്ട് തന്നെ അവർ ആഫ്റ്റർ 6 PM or 7 PM അധികം വെള്ളമൊന്നും കുടിക്കില്ല. അപ്പോൾ അത് കാരണം ഫർദർ കിഡ്നി ഡാമേജും ഫർദർ ഫ്യൂച്ചർ ഇഷ്യൂസും കൂടെ വരാം. അപ്പോൾ ഇവർക്ക് ഈ യൂറിൻ റിപ്പീറ്റഡ് ആയിട്ട് പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നതിൻ്റെ മെയിൻ റീസൺ ഇസ് അവർക്ക് യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവർ എത്രത്തോളം ട്രൈ ചെയ്താലും യൂറിൻ, ഒരു പോർഷൻ ഓഫ് യൂറിൻ അവിടെ സ്റ്റിൽ ബ്ലാഡറിലുണ്ട്. അപ്പോൾ ഫർദർ കുറച്ച് യൂറിൻ കൂടെ വരുമ്പോൾ തന്നെ ബ്ലാഡർ ഒരു ഫുൾനെസ് ഫീൽ ആവും. ആ ഫുൾനെസ് കാരണം അവർക്ക് എണീച്ചിട്ട് ഒന്നും കൂടെ യൂറിൻ പാസ് ചെയ്യേണ്ട ആവശ്യം വരാം. ഇതാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻറ്റ് നോക്ട്യൂരിയ എന്ന് പറയുന്നത്. റൈറ്റ്, ഇനി ഇതിന് നമുക്ക് ടാബ്ലറ്റ്സ് കുറേ ഉണ്ട്. കറൻ്റ്ലി ടാബ്ലറ്റ്സ് ആണ് മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ബട്ട് ടാബ്ലറ്റ്സിലെ കൺട്രോൾ ആവാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലോട്ട് പോകുന്നത്. ഇത്രയും ദിവസമായിട്ട് നമുക്ക് ടർപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറായിരുന്നു മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റെക്ടമി, അതായത് പ്രോസ്റ്റേറ്റ് റിമൂവൽ. അത് റയർലി ചെയ്യുന്ന ഒരു സർജറിയാണ് ഫോർ BPH. ഈ ടർപ്പ് എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ ചെറിയ ഇഷ്യൂസുണ്ട്. ടർപ്പ് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിട്രോഗ്രേഡ് എജാക്കുലേഷനും സെക്ഷൽ ഡിസ്ഫങ്ഷനും വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ എങ്ങനെയാണോ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ഒരു സേഫ് ആൻഡ് എഫക്റ്റീവ് ഓപ്ഷനാണോ, അതേപോലെ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യയിൽ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് പ്രോസ്റ്റേറ്റിക് ആർട്ടറിക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് വളരെ ചെറുതാണ്, ഹാർഡ്ലി ഒരു 1 millimeter. അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നിട്ടുള്ള ഹാർഡ്വെയർസ് ഹാർഡ്ലി ഒരു 0.5 millimeter സൈസുള്ള ഹാർഡ്വെയർസ് ആണ്. സെലക്റ്റീവായിട്ട് പ്രോസ്റ്റേറ്റിക് ആർട്ടറിയെ മാത്രം അകത്ത് പോയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സേഫായിട്ട് ഈ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ ചെയ്ത് പ്രോസ്റ്റേറ്റിന് നമുക്ക് ചുരുക്കാൻ പറ്റും. ഈ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ ചെയ്യുമ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആവും ആൻഡ് പ്രോസ്റ്റേറ്റ് അങ്ങനെ ചുരുങ്ങി വരും. ഇതാണ് പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ്റെ എഫക്റ്റ്. പിന്നെ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ എല്ലാവരും പേടിക്കുന്ന ഒരു ഡ്രെഡഡ് കോംപ്ലിക്കേഷനാണ്. ഇതേ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ പിനൈൽ ആർട്ടറി എംബലൈസേഷനും സംഭവിച്ചിട്ട് പിനൈൽ ഇഷ്കീമിയ വരാനുള്ള ചാൻസസ് ഉണ്ടോയെന്ന്. ഇറ്റ്സ് എ വെരി 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 റയർ കോംപ്ലിക്കേഷൻ. അതൊക്കെ പ്രീവിയസ്ലി നമുക്ക് പണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ഹാർഡ്വെയർസും ഇമേജിങ് ഇല്ലാത്ത ടൈമിൽ വന്ന് കുറച്ച് പേഷ്യൻസിൽ വന്ന ചില ഇഷ്യൂസാണ്. കറൻ്റ്ലി ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഇമേജിങ് വെച്ചിട്ട് പ്രിസൈസ് ആയിട്ട് പ്രോസ്റ്റേറ്റിക് ആർട്ടറിയുടെ അകത്ത് പോയിട്ട് ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഈ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബലൈസേഷൻ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രൊസീജിയറാണ്. പിനൈൽ ഇഷ്കീമിയ ഇസ് എൻ എക്സ്ട്രീംലി റയർ കോംപ്ലിക്കേഷൻ. അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ വീട്ടിൽ മോർ ദൻ 50 ഇയേഴ്സ് ഉള്ള ആർക്കെങ്കിലും ഇങ്ങനെ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി കാരണം പ്രശ്നമുണ്ടെങ്കിൽ പ്ലീസ് റെഫർ ദം ടു എ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്. നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ മിനിമലി ഇൻവേസീവായിട്ട് ഈവൻ ഒരു ഡേ കെയർ അഡ്മിഷനിൽ ചെയ്യാൻ പറ്റുന്നു. Future Ready Healthcare, trusted for generations. GG Hospital.